ഈ ഫ്ലവർ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും ഇതെന്തിൻ്റെ ഫ്ലവറാണെന്ന്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവറാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ പോളിനേഷൻ ചെയ്തതാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ പോളിനേഷൻ ചെയ്യുന്നില്ല. ഇവിടെ നമ്മുടെ പ്രകൃതിയുടെ കരവിരുത് കാണുന്നുണ്ട്. നമ്മുടെ തേനീച്ചകളെല്ലാം വന്നിട്ട് പോളിനേഷൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് പോളിനേഷൻ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ തരാം. ഇത് കണ്ടോ, ഈ കാണുന്നതൊക്കെയാണ് പൂമ്പൊടി, ഈ ഭാഗത്തിരിക്കുന്നതൊക്കെയാണ് പൂമ്പൊടി. ഈ പൂമ്പൊടീനെ എടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക്, ഈ കണ്ടോ, ഈ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മളതിലിട്ട പൂമ്പൊടിയൊക്കെ കാണാം. ഇല്ലയെന്നുണ്ടെങ്കിൽ തേനീച്ച വന്നിട്ട് പോളിനേഷൻ ചെയ്യും. പക്ഷേ നമ്മൾ മാനുവലായിട്ട് പോളിനേഷൻ ചെയ്യുവാണെങ്കിൽ ഫ്രൂട്ട് നല്ല വലിപ്പത്തിലും കാര്യങ്ങളിലും ഒക്കെ കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. ഇല്ല, ഇപ്പം മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പൂമ്പൊടിയെല്ലാം പോകും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് രാവിലെ ആകുമ്പോൾ പൂമ്പൊടി ഇല്ലെങ്കിൽ തേനീച്ച വന്നാലും നമുക്ക് ഈ പോളിനേഷൻ നടക്കാതെ വരുന്ന അവസ്ഥ വരാറുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ, അതായത് സന്ധ്യ ആകുന്ന നേരത്ത് ഒരു കവർ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടി, ഈ ഒരു മൊട്ടിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് രാവിലെ ആകുമ്പോൾ പോളിനേഷൻ ചെയ്യും. ആ ഒരു രീതിയാണ്. അപ്പോൾ മഴ വന്നാലും പൂമ്പൊടി പോവില്ല. നമ്മുടെ ഒരുപാട് ഫ്ലവർ അങ്ങനെ പോയിട്ടുണ്ട് ഇതിനു മുമ്പ്. പറമ്പിലെ ഫ്ലവേഴ്സ് അങ്ങനെ ഒത്തിരി പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു 5 പൂവോളം പറമ്പിലെ ഡ്രാഗണിലുണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇതേപോലെ ഇന്നലെ കവറിട്ടിട്ട് ഇന്ന് രാവിലെ പോയി പോളിനേഷൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ പോളിനേഷൻ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മളൊരു ദിവസം വീട്ടിലില്ല, നമുക്ക് പോളിനേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ടിൻ്റെ വലിപ്പം തീരെ കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. അതിനൊരു എക്സാമ്പിൾ ഫ്രൂട്ട് കാണിച്ചു തരാം. ഈ ഒരു ഫ്രൂട്ട് കണ്ടോ, ഇത് ശരിക്കും ഇതിനേക്കാളും വലിപ്പം വെക്കേണ്ടതാണ്. ഇതിപ്പോൾ ഒരു ചെറിയ ഫ്രൂട്ടായിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, ഇതൊക്കെ നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുത്തതാണ്. പോളിനേഷൻ ചെയ്ത് കൊടുത്ത ഫ്രൂട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലവർ ഉണ്ടായാൽ, ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോളിനേഷൻ മാനുവലായിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. പൂമ്പൊടി എടുത്ത് കറക്റ്റായിട്ട് ഇട്ടൊക്കെ കൊടുക്കുക. ഇവിടെ വേണ്ട തേനീച്ചയുണ്ട്, എങ്കിലും നമ്മളിത് പോളിനേഷൻ ചെയ്ത് കൊടുത്തു. നമ്മുടെ ഒരു കുറവ് കാരണം ഒരു ഫ്രൂട്ട് ഉണ്ടാവാതെ പോകരുതല്ലോ ശരിയായ രീതിയിൽ.